പുറത്ത് പോകുമ്പോഴും ഒരുപാട് നടക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി എണ്ണം ചൂസ് ചെയ്യല്ലേ. ഒരു സ്ഥലം കുറച്ച് നേരം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. അന്നത്തെ ദിവസം പിന്നെ അതിങ്ങനെ ഒരുപാട് അവർക്കങ്ങ് മടുക്കരുത് അത് ആലോചിക്കുമ്പോൾ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഭയങ്കര ഒരു വ്യൂ ഉണ്ടേ, നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക, കയറ്റം കയറി പോവുക. ആ വ്യൂ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് കാണാൻ. അത് കാണാനാണ് നമ്മൾ ഇവിടെ വരെ വന്നേക്കുന്നത്. ആ പോകുന്ന വഴിക്കാണ് ആ റൈറ്റ് സൈഡിലൊരു പ്ലേ ഏരിയ. കുഞ്ഞുങ്ങളാണ് പ്ലേ ഏരിയ ഉണ്ട്, അവർക്ക് വ്യൂ പോയിന്റ് ഒന്നും കാണണ്ട, അവർക്ക് പ്ലേ ഏരിയ ആണ് കാണേണ്ടത്. അവരങ്ങോട്ട് പോകും. അപ്പം നമ്മൾ പറയും ഇത് നമ്മുടെ നാട്ടിൽ ചെന്നാലും ഉണ്ടല്ലോ കളിക്കുന്ന സ്ഥലം, സ്വിങ്ങും സ്ലൈഡും ഒക്കെ തന്നെ, മെറി ഗോ റൗണ്ടും ഒക്കെ തന്നെ. അത് കാണുമ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആവുന്നത് നമ്മൾ ആ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് പിടിച്ച് അങ്ങോട്ട് പോകരുത്. ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നത് അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ നിർത്തരുത്. അവരുടെ എൻജോയ്മെൻറ്റോട് നോക്കുക. അവരുടെ കുഞ്ഞു മനസ്സിൽ ഇഷ്ടമാകുന്നത് ആ മെറി ഗോ റൗണ്ട് ആണെങ്കിൽ അവർ റൗണ്ട് കറങ്ങട്ടെന്ന്. എന്തോ ഇത്ര നഷ്ടം. ആ വ്യൂ പോയിന്റ് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കുമല്ലോ, എങ്ങും പോകില്ലല്ലോ. സമയമൊക്കെ ചിലപ്പോൾ ആ സമയം കഴിഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കംഫർട്ടബിളായിട്ടൊരു ടൈം ഇട്ടിട്ട് മാത്രമേ ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര പുറപ്പെടാവുള്ളൂ. ഇത് മുഴുവൻ കവർ ചെയ്തോളാം നമ്മൾ ആർക്ക് ശബ്ദം ചെയ്ത് കൊടുത്തിട്ടൊന്നും വരരുത്. അവർക്ക് മെറി ഗോ റൗണ്ട് കളിച്ച് 2 തവണ ചുറ്റി കഴിയുമ്പോൾ ഇച്ചിരി സമയം അവിടെ മിസ്സായി പോട്ടെ, നമുക്ക് ഇനിയും വരാമല്ലോ. ഇവരെ കൊണ്ട് തന്നെ നമുക്ക് ഇനിയും വരാനേ, നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുകൊണ്ട് അവരുടെ കുഞ്ഞു സന്തോഷങ്ങൾ വേണ്ടാന്ന് വെക്കല്ലേ. നമ്മളത് വേണ്ടാന്ന് വെച്ച് നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് അവിടെ പോയി വെക്കുക. അവർ അന്നത്തെ ദിവസം മുഴുവൻ ക്രാങ്കി ആയിരിക്കും. അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിച്ച് വേണം ചെയ്യാൻ. അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ച് വേണം ഇത്തരം ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കാൻ.